ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചലോട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ട് 2 വെറൈറ്റി സമൂസയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ചിക്കനെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം നന്നായി പിഴിഞ്ഞെടുത്തിട്ട് വേണം ഇത് നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാൻ എടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പകരം വെളിച്ചെണ്ണ മതിയെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രിഡ്ജിൽ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കുറച്ച് കട്ടയായിട്ടിരിക്കുന്നത് കേട്ടോ. ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ ഇതാ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത്, അതിൻ്റെ തണുപ്പൊക്കെ വിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. 300 ഗ്രാം ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ആ ചിക്കന് നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം, ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ചിക്കൻ ചേർത്തതിന് ശേഷം. എന്നിട്ട് ഒന്ന് ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത് നല്ല വെള്ള കളറായിട്ട് വരും. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ബോൺലെസ് ചിക്കൻ നമ്മളിത് അരച്ചുകൂടെ എടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഈ ഒരു പരുവത്തിലായി കിട്ടും. കുറച്ച് കട്ടയായിട്ടൊക്കെ ആയിരിക്കും നിൽക്കുക കേട്ടോ. അപ്പോൾ എന്താ കാട്ടണം, ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റുന്നതാണ്. അത് നന്നായി കുക്കായി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനങ്ങോട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്, ലോയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിങ്ങളുടെ എരിവിനനുസരിച്ച് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ഒക്കെ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഇതിലേക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ ആ ഒരു പച്ചമണം പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുവോളം മാത്രം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മല്ലിയില കൂടെ ചേർത്തിട്ട് ഈ സമയത്തൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതി. ഇത് ഞാനിവിടെ നിന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാൻ മറന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ചിക്കൻ നമ്മളൊന്ന് അരച്ചതിന് ശേഷം വേവിക്കൂലേ, ആ സമയത്ത് തന്നെ ചിക്കനിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് ഞാൻ മറന്നതുകൊണ്ട് ഇപ്പോഴാണ് ചേർത്തത്. ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ചെറിയ വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. നല്ല അടിപൊളി മണമാണ്. ഇപ്പോൾ ചിക്കനും ആ മല്ലിയിലേക്ക് പാടുള്ള മണം നല്ല അടിപൊളി മണമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സമൂസയുടെ ഓലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഓലയിലേക്ക് നമുക്കിത് നിറച്ചെടുക്കാം. കുറച്ച് എന്താ പറയുക, മൈദയൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, ഇതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ സമൂസയുടെ ഓലയൊക്കെ മടക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ആ സമൂസയുടെ എങ്ങനെയാണ് ഷീറ്റ് റെഡിയാക്കി മടക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഒരുപാട് വിശദമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ടത് അതനുസരിച്ച് ഇതിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. ഓവറായിട്ട് നിറക്കാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ നിറക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ഷേപ്പ് ഒന്നും കിട്ടാതെ ഇങ്ങനെ മുഴച്ചിരിക്കും. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഞാനിവിടെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേസ്റ്റ് കൊണ്ട് പതുക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ സമൂസ റെഡിയാക്കി വെച്ചാൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടി പറ്റിയ സമൂസയാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇതിൻ്റെ ഫില്ലിംഗ് ഒന്നും എന്താ പറയുക, ഒരാഴ്ചക്ക് 2 ആഴ്ചക്കൊക്കെ നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഫില്ലിങ്ങൊക്കെ കേട് വരുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമൂസ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ സമൂസ കൂടിയാണ് കേട്ടോ. അടുത്ത സമൂസ കാണിക്കുന്നത് നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെക്കുകയാണെങ്കിൽ
ഞാൻ അതിൽ പറഞ്ഞുതരാം. വേറൊരു ചേരുവ നമ്മൾ എന്താ പറയുക, ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രം ചേർത്താൽ മതിയാകും. ഫില്ലിങ് മാത്രം നമുക്ക് റെഡിയാക്കി വെക്കാം. ഇപ്പോൾ ഇതേപോലെ ഞാൻ അടുത്തതും ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഒട്ടിച്ചെടുക്കാം, ഫില്ല് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ മുഴുവനും ഇവിടെ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് സമൂസ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു ഭാഗം ആവുന്ന സമയത്തൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ എന്താ പറയുക, മഞ്ഞ കളർ ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഒരുപാട് ഇങ്ങനെ കരിഞ്ഞു പോകാൻ നിൽക്കരുത്. നല്ലൊരു ഈ ഒരു കളറായി വരുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നോമ്പിനും അതുപോലെ തന്നെ 4 മണി ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അതുപോലെ തന്നെ ഈ ഒരു സമൂസ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടി പറ്റിയതാണ്. നോമ്പിനൊക്കെയാണ് റെഡിയാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈമൊക്കെ കിട്ടും. പിന്നെ അപ്പോൾ എന്താ പറയുക, സ്നാക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് സമയം കളയാനുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എല്ലാ ജോലിഭാരവും കുറഞ്ഞ് നമുക്ക് നമസ്കരിക്കാനും ഓതാനും ഒക്കെ സമയം കിട്ടും കേട്ടോ. അടുത്ത റെസിപ്പി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു പകുതി സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം വലിപ്പമുള്ള സവാളയുടെ പകുതി മാത്രം എടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഒരുപാട് സമയം വിട്ട് വഴറ്റി ചുവന്ന കളർ അങ്ങനെയൊന്നും ആകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതിയാകും. കണ്ടോ, ഈ ഒരു കളർ ആയാൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് ഞാനൊരു പകുതി ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കം ആയിരുന്നു, അതിൻ്റെ പകുതി മാത്രം എടുത്തിട്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചുവന്ന മുളകൊന്ന് ചതച്ചെടുത്തത് അത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് എടുത്തിട്ടുള്ള ചിക്കൻ ഞാനൊന്ന് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ആ ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമൂസ നമുക്കിത് എന്താ പറയുക, ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ചേരുവ ചേർക്കുന്നുണ്ട്. അത് ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിയില ഇതൊന്നും ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും. അപ്പം ഞാനങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയോണൈസാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള മുട്ടയുടെ വെള്ള വെച്ചിട്ടുള്ള എഗ് വൈറ്റ് വെച്ചിട്ടുള്ള മയോണൈസാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈ മയോണൈസ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയോണൈസ് ചേർക്കാതെ ആണ് എടുക്കുന്നതെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. മയോണൈസ് ചേർത്തിട്ടാണെങ്കിൽ കുറേ ദിവസത്തിനൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇത് നമ്മൾ അപ്പോൾ തന്നെ റെഡിയാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് മയോണൈസൊക്കെ ചേർത്തിട്ട് അപ്പോൾ തന്നെ റെഡിയാക്കി കഴിക്കാം കേട്ടോ. ഞാൻ മയോണൈസ് ചേർത്ത പിന്നെ സ്നാക്കുകളൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാറില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ അത് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, മൈദയുടെ പേസ്റ്റ്. നമുക്കിത് സമൂസയുടെ പോലെ ഒന്ന് ഒട്ടിക്കാനായിട്ട് അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പോലെ എടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് മടക്കിയെടുക്കാം. ഫ്രീസറിൽ വെച്ചിരുന്ന ഓലയാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് സമയം ഇരുന്നപ്പോൾ പുറത്തിരുന്നപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് വളഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക, ആദ്യം കാണിച്ചതുപോലെ തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ടത് അതനുസരിച്ച് വെച്ച് കൊടുക്കാം. ചിക്കനൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഈ ഒരു സമൂസ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ കഴിക്കും. അത്രയും ഇഷ്ടമായിട്ടുള്ള ഒരു സമൂസയായിരിക്കും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കേട്ടോ. നല്ല അടിപൊളി സമൂസയാണിത്. മയണൈസൊക്കെ ചേർത്ത് ചിക്കനൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അപ്പോൾ ക്യാപ്സിക്കം എല്ലാം കൂടി കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിറച്ച് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഞാൻ നല്ലോണം നിറച്ച് എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഈ ഒരു സമൂസ നല്ല ഇഷ്ടമാണ് ഇവിടെ.
അപ്പോൾ അതാ ഇതുപോലെ ആ പേസ്റ്റൊക്കെ ഒന്ന് ചേർത്തൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ മുഴുവനും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിലൊന്നും വേണ്ട, കുറച്ച് മാത്രം നമ്മൾ റെഡിയാക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ മുഴുവൻ ഇവിടെ നിറച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കാം. കുറഞ്ഞ ഓയിൽ തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഓയിലൊന്നും നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ കൊണ്ട് നമുക്ക് കുറച്ച് സമയം എടുത്ത് 2 എണ്ണം 3 എണ്ണം ഒക്കെ വീതം ഇട്ട് കൊടുത്താൽ ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. സമൂസയൊന്നും ഒരുപാട് ഇങ്ങനെ മുരിഞ്ഞ് കളർ ഇങ്ങനെ ഒരുപാട് മാറാൻ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കളർ ആയാൽ തന്നെ മതിയാകും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് സമൂസയാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ 2 രീതിയിലും നിങ്ങൾ സമൂസ റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അഭിപ്രായം കൂടി അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മുഴുവനൂടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സമൂസയാണ് രണ്ടും. അപ്പം ഏതാണ് ഇഷ്ടമായെന്നുള്ളതും കൂടി കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.